അനുവേ, നീ എന്താ ഈ പൂവൊക്കെ പറിച്ചോണ്ട് നിൽക്കുന്നേ? എന്താ കോസ്മോസായ നിന്റെ കയ്യിലിരിക്കുന്നത്? ഇത് ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇത് അറിയാവോന്ന് എനിക്കറിയില്ല. നമ്മൾ ഇത് വെച്ചിട്ട് ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് കയ്പ്പൻ കാടിൻ്റെ പൂ. കയ്പ്പൻ പൂ, ഇത് കയ്പ്പൻ പൂ എന്ന് പറയാൻ കാരണം ഇതിൻ്റെ ഇലയ്ക്കൊക്കെ ഭയങ്കര കയ്പ്പാണ്. അതിൻ്റെ തന്നെ തണ്ട്, പിന്നെ നമ്മൾക്ക് അറിയാവുന്നൊരു ചെറിയൊരു സാധനം, മറ്റേ നമ്മുടെ തെങ്ങിൻ്റെ ഈർക്കിലി. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ട് പണ്ടത്തെ 90s കിഡ്സ് ഒരു വണ്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് 90s കിഡ്സിനൊക്കെ ശരിക്കും മനസ്സിലാവും, നൊസ്റ്റാൾജിയ ആയിരിക്കും. അപ്പോൾ ആ ഒരു സാധനം നമ്മൾ റീക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പം ഇത് കണ്ടിട്ട് നിനക്ക് അതിന് നൊസ്റ്റാൾജിയ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്നിട്ട് ഇപ്പോഴത്തെ കുട്ടികൾ ഇത് കാണുന്നുണ്ടെങ്കിൽ അവർക്കിത് പുതിയ അനുഭവമല്ല, അവർക്ക് ഇൻട്രസ്റ്റ് ഒന്നും കാണില്ല. ഓക്കെ, അവരത് ഉണ്ടാക്കിയിട്ടില്ലായിരിക്കും, അത് വിട്ടാരെ. പക്ഷെ അവർക്ക് ഇങ്ങനെ സാധനം ഉണ്ടെന്ന് മനസ്സിലാക്കാനും 90s ഒരു ഫീൽ എന്തായിരുന്നു എന്നും കാണിക്കാനും കൂടി ജസ്റ്റ് ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് പറഞ്ഞത് വളരെ സിമ്പിളാണ് സാധനം ഉണ്ടാക്കാനായിട്ട്. നമ്മൾ ആദ്യമേ കുറച്ച് മുഴുത്ത കയ്പ്പൻ കാടിൻ്റെ പൂ പറിച്ചിട്ടുണ്ട്. അത്യാവശ്യം മുഴുപ്പുള്ള ഇതിനെടുത്താൽ മതി. എന്നിട്ട് ഈ ഒരു ഈർക്കി ഇതിങ്ങനെ ഇവിടെ കറക്റ്റ് കുത്തി വെച്ച് കൊടുക്കുക. അതേപോലെ തന്നെ ഈ ഒരു 4 ടയർ കയറ്റിയിട്ടാ. ആ 4 ടയർ അല്ലേ? അപ്പോൾ ഒന്ന് ഇങ്ങടെ വെച്ചു, 2 ഒരു സൈഡില്, 2 ഒരു സൈഡിൽ, അപ്പുറേ വേറെ ഉണ്ടോ, വേണേ കുറേ കൂടെ കയറ്റാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾ സെറ്റപ്പ് ആക്കിയാൽ മതി. പിന്നെ നമ്മൾ വേറെ ഒരെണ്ണം ഇതിൻ്റെ പുറത്തെ സൈഡില്, ഈ സൈഡിലും അത്യാവശ്യം മുഴുത്ത എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വണ്ടി ഓടിക്കുമ്പോൾ നല്ല ഫീലിംഗ് കിട്ടണേ. അതിന്റെ മൊട്ടൊന്നും പോകരുത്. മിച്ചം വന്ന 2 നമ്മൾ കളയുക. ഇച്ചിരി കയറ്റി വെക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. അതിപ്പോൾ കുറച്ച് ഇങ്ങോട്ട് കയറ്റി ഇങ്ങനെ അങ്ങ് വെച്ച്. അപ്പം ഇതാണ് അതിൻ്റെ വണ്ടിയുടെ വീൽ സ്ട്രക്ചർ. പിന്നെ നിങ്ങൾ എടുക്കുമ്പോൾ കയ്പ്പൻകാരൻ്റെ കമ്പ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അറ്റം നിങ്ങൾ നോക്കിക്കോ. ഇതിൻ്റെ അറ്റം ഒരു വി ഷേപ്പിൽ, ഇത് കുറച്ചും കൂടെ ചെത്തി കളഞ്ഞാൽ ഓക്കെയാണ്. തെറ്റാലി സെറ്റപ്പിൽ ഇങ്ങനെ എടുക്കുക. ഒന്നും ചെയ്യാനില്ല, ഇത് നടുക്കോട്ട് ഇങ്ങനെ കയറ്റി വെക്കുക, നിലത്ത് വെക്കുക, വണ്ടി ഓടിക്കുക. കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഇലയൊക്കെ അങ്ങ് പരന്ന് നല്ല ചക്രം പോലെ ആവും. അതെ, ഇതാണ് പണ്ടത്തെ. ഇതുണ്ടോ, വളമൊക്കെ തിരിയും, നല്ല രീതിയിൽ വളമൊക്കെ തിരിയും. അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് ഓടിച്ച് എനിവേ, പഴയ കാലത്തെ നൊസ്റ്റാൾജിയ വല്ലതും വരുന്നുണ്ടോ? എന്താ വരുന്നേ? സ്ഥിരം പണിയല്ലായിരുന്നു, സ്കൂൾ വിടാൻ കാത്തിരിക്കുമായിരുന്നു ഈ വണ്ടി ഉണ്ടാക്കാൻ വേണ്ടി. ഗൈസ്, അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഇതുപോലെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ മുരിക്കും കമ്പൗണ്ട്, മുരിക്കും ടയർ ഉണ്ടാക്കി നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം. അതുപോലെ റബ്ബർ ചെരുപ്പ് വട്ടത്തിൽ കണ്ടിച്ചിട്ട് നിങ്ങൾ വണ്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം. അപ്പം ഇത് വളരെ സിംപ്ലസ്റ്റ് രീതിയിൽ വണ്ടിയൊക്കെ ഓടിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്ന കുഞ്ഞു കാലഘട്ടത്തിലൊക്കെ ചെയ്തിട്ടുള്ള ഒരു ചെറിയ മെത്തേഡാണ്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മെത്തേഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് പഴയ ഓർമ്മകളും കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ പുതുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും അതുവഴി. അപ്പോൾ അനുവിന് എന്താണ് പറയാനുള്ളത്? കുട്ടിക്കാലത്തിൽ ഞാൻ സ്കൂൾ വിട്ട് വരുമ്പോൾ ഈ വണ്ടി ഓടിക്കുമായിരുന്നു. അതിൻ്റെ അതേ ഫീലിംഗ് ഇപ്പോഴും എനിക്ക് ഇത് ഓടിച്ചപ്പോൾ ഫീൽ ചെയ്യുന്നു. നമ്മൾ ഈ കാര്യം പറഞ്ഞപ്പോൾ അനുവാണ് പെട്ടെന്ന് പോയിട്ട് ഈ കമ്പെടുക്കുകയും ആ ഒരു വണ്ടിക്ക് വേണ്ടിയ ടയറൊക്കെ സെറ്റാക്കുകയും എല്ലാം ചെയ്തത്. ഈ വണ്ടി കൊണ്ട് ഇറക്കമൊക്കെ ഓടിക്കുമ്പം ചിലപ്പം ഈ സാധനം ഇങ്ങനെയൊക്കെ പോകും. കായ്സ്, അപ്പം നമുക്ക് ഇവൻ്റെ ഉപയോഗം കഴിഞ്ഞു. ഇനി ഇവൻ ജീവിച്ചിരിക്കണ്ട. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഒരു കാര്യം മറക്കരുത്. എന്താണത്? സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ ചവിട്ടി പൊട്ടിക്കണം. അതെ, ശരി.